നാഷണൽ സർവീസ് സ്കീം മോഡൽ പോളിടെക്നിക് കോളേജ് വടകര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ചടങ്ങ് പ്രിൻസിപ്പാൾ ദീപ കുരുവിള ഉദ്ഘാടനം ചെയ്തു. എന്താണ് യോഗ? ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സമന്വയം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിന്റെ മുഖമുദ്രയാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ മഹർഷിവരന്മാര് ഡെയിലി ഉള്ള യോഗ ചരിത്രത്തിലൂടെയാണ് അവർ അവരുടെ ആത്മീയമായിട്ടുള്ള ശക്തി ആർജിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം കടന്നു പോകുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമൂഹത്തിൽ കൂടെയാണ്. ജീവിതം എന്നും നിരന്തരം ഓരോരോ പ്രശ്നങ്ങളെ, ജീവിതശൈലി രോഗങ്ങളെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും സ്ട്രെസ് കൊണ്ടും നമ്മൾ കുട്ടികളെന്നോ യുവാക്കളെന്നോ പ്രായമായവരെന്നോ പ്രായഭേദമില്ല ഇല്ലാതെ എല്ലാവരും സ്ട്രെസ്സിൻ്റെ മുൾമുനയിലാണ് ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് യോഗയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് ജീവിതത്തിൽ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, ഇതിനെല്ലാം യോഗ നമുക്ക് സഹായകരമാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാനും അധ്യാപകർക്ക് അവരുടെ അവരുടെ ജോലിയിൽ അവർക്ക് സ്ട്രെസ് കുറയ്ക്കുവാനും വാർദ്ധക്യമുള്ളവർക്ക് അവർക്ക് നല്ലൊരു ജീവിതം, ആരോഗ്യകരമായ ജീവിതം നയിക്കുവാനും യോഗ സഹായകരമാകുന്നു. പ്രോഗ്രാം ഓഫീസർ എം രാജീവൻ അധ്യക്ഷത വഹിച്ചു. 200ഓളം അംഗങ്ങളുള്ള ഐക്യരാഷ്ട്ര സഭയിൽ 175 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ദിവസത്തെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സമൂഹ യോഗ സെഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിന്റെ ഭാഗമായിട്ട് വടകര മോഡൽ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളും സ്റ്റാഫും ഇന്നത്തെ ഈ യോഗ പരിപാടിയിൽ പങ്കുചേർന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് യോഗ സെഷനിൽ പങ്കെടുക്കുകയാണ്. പോളിടെക്നിക്കിലെ മുഴുവൻ വിദ്യാർത്ഥികളും ജീവനക്കാരും സമൂഹ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തു. വിവിധ യോഗാസന പരിശീലനത്തിന് ലെക്ചർമാരായ അനു, സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇപ്പോൾ നമ്മളെ വളരെ തിരക്കുള്ള ഒരു ലൈഫാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും അതല്ല വേറെ ഏത് ജോലിയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഭയങ്കര തിരക്കുള്ള ഒരു ലൈഫ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് നേരമെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരക്കിൽ നിന്നൊക്കെ കുറച്ച് സമയമെങ്കിലും നമുക്ക് നമ്മളെ അറിയാനും നമ്മളെ സ്നേഹിക്കാനും അതിലുപരി നമ്മൾ കുറച്ചു നേരം ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് ദിവസവും നമ്മളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങളുടെ സമയം അനുസരിച്ച് ചെയ്യേണ്ട ഒരു വ്യായാമ മുറ കൂടിയാണ്. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളതിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്തിങ് റെഡിയാക്കുക എന്നുള്ളതാണ്. ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്തിങ് ആണ് ഏറ്റവും നമ്മൾ എന്താ പറയുക ഭക്ഷണത്തെക്കാട്ടിലും നമുക്ക് ജീവൻ നിലനിർത്തുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക എന്ന് പറയുന്നതാണ് യോഗയിൽ. നമ്മൾ ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും നമ്മുടെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സ്ഹെയിൽ ചെയ്യുന്നതും. എന്നുവെച്ചാൽ ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ദിവസത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തിരക്കുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒരു സാധാരണ പ്രക്രിയ പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒരു സ്ട്രെച്ച് അനുഭവപ്പെടും. അടുത്ത കൈ ബാക്കോട്ടേക്ക് ഇതുപോലെ 3 വട്ടം ചെയ്യാം. ബാക്കോട്ടേക്ക് ഒരു കൈ കൊണ്ട് മറ്റേ കൈ ബാക്കോട്ടേക്ക് ആക്കണം. അതിനുശേഷം റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. കൈകൾ അടുത്തായിട്ട് റിസ്റ്റ് റൊട്ടേഷൻ 5 വട്ടം ചെയ്യാം. ക്ലോക്ക് വൈസിൽ 5 പ്രാവശ്യം ചെയ്യാം. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോ കുറച്ചു കാലം ഇതൊന്നും ചെയ്യാണ്ട് നമ്മളെപ്പോഴും സ്റ്റിഫായി പോകും. ഞങ്ങളെ പോലെ പ്രായമാവുന്നവർ അത് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ സ്റ്റിഫാവാണ്ട് ഫ്ലെക്സിബിൾ ആവാൻ ശ്രമിച്ചു കൊടുക്കുക.